ഒരിക്കൽ കൂടി പറയാണ്, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടന്ന വിവരം ആരും അറിയാൻ പാടില്ല. ഓക്കെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇക്രൂസ് ആദ്യം ഒന്ന് സമാധാനപ്പെടും. എന്റെ സമാധാനം മൊത്തം പോയി. അങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ പറ്റുമോ? നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ള വഴിയായിട്ട് നോക്കാൻ അല്ലേ? സാറുണ്ടല്ലോ നമ്മളെ കൂടെ, എന്തെങ്കിലും ഐഡിയ സാർ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ കട്ട് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ വലിയ ബുദ്ധി കാണിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? കിട്ടിപ്പായി അപ്പച്ചൻ. കേട്ട ആർക്കും മനസ്സിലാവില്ല. എന്തോ ഡിക്രൂസ് ചെയ്തത് സംഭവം എന്താന്ന് വെച്ചാല്, അതെ ഓല ഒറിജിനൽ പേരുമ്പോ പറഞ്ഞാല് ആൾക്കാർ കച്ചറുണ്ടാക്കൂലെന്ന് വെച്ചിട്ടാണ് പിന്നെ അങ്ങനെ കിട്ടിപ്പായി അപ്പച്ചെന്ന് ഇവനാണ് ആ പേരിട്ട്. അതിന്റെ ഒറ്റ പണിയല്ലേ? അതെ, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അന്നേരം ഞാൻ വായിച്ചപ്പോ നിന്റെ വായി പഴമായിരുന്നു എന്നൊക്കെ പറയാൻ. പ്ലീസ് ഒറ്റപ്പെടുത്തരുത്. ഇപ്പൊ ഒറിജിനൽ പേരിനെക്കാളും കൂടുതൽ പ്രശ്നമായില്ല. അതാ കണ്ടോ, പഠിച്ചോ. ഇപ്പോ ആരെ കളിയാക്കി എന്നുള്ള വ്യക്തമായിട്ടുണ്ടെന്ന് മാത്രമല്ല, അയാളുടെ പേര് വരെ കളിയാക്കിയിരിക്കാം. കിട്ടിപ്പായി അപ്പച്ചൻ. ഇതിപ്പോ എങ്ങനെ മാറ്റുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച? പേര് മാറ്റണം. അല്ല സാറേ, അപ്പം പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറെ പ്രാവശ്യം ഈ കിട്ടിപ്പായി കിട്ടിപ്പായി എന്ന് പറയണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി ഡബ് ചെയ്യേണ്ടി വരില്ലേ? അതല്ലേ, ലിപ്പ് മാറ്റി ഡബ് ചെയ്യാം. വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. അല്ല സാറേ, ഈ പേര് മാറ്റുമ്പോ നമ്മുടെ സിനിമയെ അത് കാര്യമായി ബാധിക്കില്ലേ? അല്ലെ സാറേ? പേര് മാറ്റി ഡബ് ചെയ്യാം. ഈ കിട്ടിപ്പായി അപ്പച്ചൻ എന്നുള്ളിടത്ത് വേറെ ഏതെങ്കിലും ഞാൻ പറഞ്ഞത് വെച്ചാല്, അല്ല ഈ സിങ്ക് ആവോ? ബാഹുബലിയുടെ തെലുങ്കാണ് നമ്മളിവിടെ തമിഴിലും മലയാളത്തിലും കാണുന്നത്. ആരെങ്കിലും ലിപ്പ് ശ്രദ്ധിക്കുമോ? പടം നന്നായിരുന്നത് വിഷയമല്ല. ബാഹുബലിയിലെ പ്രഭാസ് പറയുന്നത് മുഴുവൻ തെലുങ്കാണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ മലയാളം അല്ലെങ്കിൽ തമിഴ്. അതാണ് കഴിവ്. അറിയാവുന്ന ഡബിങ് ആയിട്ട് ചെയ്ത ഡബ് ചെയ്ത് പടത്തിന്റെ കഥപരമാണ് മാറ്റം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പോ ഡബിങ് ഒന്നും അറിയില്ല. ഇപ്പൊ കിട്ടിപ്പായി അപ്പച്ചൻ എന്നുള്ളത് കാച്ചാണി മാധവൻ. കാച്ചാണി മാധവൻ അങ്ങനെ ആക്കിയാൽ കേട്ടാ. സാറ് തന്നെ ഡബ് ചെയ്തായിരുന്നെങ്കിൽ അത് ഇനി അതുകൂടെ ഇത്രയൊക്കെ ചെയ്തു തരുന്ന ആൾ കാച്ചാണി മാധവൻ അല്ലേ? കാച്ചാണി മാധവൻ മുഖ്യമന്ത്രിയുടെ പേര് അങ്ങനെ മാറ്റിക്കുക. കാച്ചാണി മാധവൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഇരുത്തം വന്ന നേതാവേ, അത് ആ വിളിയൊന്നും അതൊക്കെ ഭയങ്കര കളിയാക്കലല്ലേ? ഈ ഇരുത്തം വന്ന നേതാവേ എന്നൊക്കെ വിളിച്ചോണ്ട് ജാഥ പോകണ്ടല്ലോ, അതെന്താ? ഒരു ധാർഷ്ട്യവും ആ സ്വഭാവം അനുസരിച്ച് അത് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇരുത്തം വന്നൊക്കെ പറയുന്നത് എന്തിന്? അദ്ദേഹം നല്ല മനുഷ്യനാണ് അല്ലേ? അല്ല സാറേ, അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, ഈ ഇരുത്തം വന്ന് കളിയാക്കലാണെങ്കിൽ ഓലെ പാർട്ടിയിലെ നേതാക്കന്മാരെന്നെ അങ്ങനെ വിളിച്ചു പറയണ്ടല്ലോ ഇരുത്തം വന്നെന്ന്. അപ്പൊ നമ്മള് പറയുമ്പോ കുറ്റാണ്. പാർട്ടി നേതാക്കന്മാർക്ക് എന്തും ചെയ്യാം, സെൻസർ ബോർഡുകാർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഇരുത്തം വന്ന് വെട്ടിയത്. ഇരുത്തം വന്നതിനെന്നുള്ളതിന് പകരം എന്താക്കും? കിടത്തം വന്നു എന്നും വേണ്ട. ഇരുത്തം വരാത്ത നേതാവ് എന്ന് പറഞ്ഞാലോ? അത് പിന്നെ വേറെ പ്രശ്നങ്ങളാവും. ഇരുത്തം വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വലംപിരി ശങ്കെന്നോ വലംപിരി ശങ്ക, അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് ശരിയാകും. വലംപിരി ശങ്ക. ഇരുത്തം വന്നതിന് വരും വലംപിരി ശങ്ക. വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ സാറേ. ഇതിന്റെ ഇരട്ടി കുഴപ്പമാവും. നമ്മുടെ നേതാവിനെ ഇരുത്തം വന്ന നേതാവ് എന്നുള്ളതിന് പകരം വലംപിരി ശങ്കുള്ള നേതാവ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങള് എന്ത് ഇത്? പിന്നെ നിയമസഭയിൽ നേതാവ് ഇരിയടോ അവിടെ എന്ന് പറയുന്ന ഒരു സീനില്ലേ? ഇരിയടോ അവിടെ, അത് പാർട്ടിക്കാര് ഒബ്ജക്ട് ചെയ്തിരിക്കുകയാണ്. ഇരിയടോ അവിടെ. തിയേറ്റർ കൈയടിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗാണിത്. ഈയടി സീൻ എന്ന് പറഞ്ഞിരുന്നാല് അത് പാർട്ടിക്കാരെ കളിയാക്കിയിട്ട് അവർക്ക് തോന്നി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരിയടോ അവിടെ എന്ന് പറയുന്ന സീൻ വേണ്ട. സത്യത്തില് അദ്ദേഹം പറഞ്ഞതാണ് അത്. നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും നോക്കട്ടെ, മെമ്പർമാരിലെ എല്ലാ പാർട്ടിക്കാരും. സാറ് പറയുന്ന കയ്യടി മാത്രം നോക്കിയാ പിന്നെ കൈ കൊണ്ടാണോ അടി, കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ നമ്മളെ ഇട്ട് തല്ലും, എന്നെയൊക്കെ ഇട്ട് ഇടിക്കും. സാറേ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതൊന്നില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഡിക്രൂസേ, പക്ഷെ കാര്യം വരുമ്പോ ഇടി കൊള്ളുമ്പോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആശുപത്രിയിൽ ചെന്ന് കിടക്കും. കഴിഞ്ഞ പടത്തിൽ ഇതേപോലെ നേതാവ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പടം ഞാൻ സെൻസർ ചെയ്തല്ലോ. അതിൽ പാർട്ടിക്കാരെ കളിയാക്കിക്കൊണ്ട് കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ പാസ്സാക്കി വിട്ടു. ഒരു ദിവസം ഞാൻ ലേറ്റായിട്ട് വീട്ടിൽ 10:30 മണിക്ക് പോയപ്പോൾ എവിടെ നിന്ന് അറിഞ്ഞൂടാ 5-6 എണ്ണന്മാര് വന്ന് പറ 5-6 ഇടി. ചിലപ്പം വേറെ കേസിന് അയച്ചു. എന്നെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. ഇതാണെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. അതാണ് പല സ്ഥലത്തും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവൂലേ? അത് തന്നെ പേടിയാണ്. എനിക്ക് ഇടികൊള്ളാൻ വയ്യ, അത് ഞാൻ തുറന്നു പറഞ്ഞു. ഇതിപ്പോ ഒരു പാർട്ടിക്കാരുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് തുപ്പാക്കി ബാലഭാർഗവൻ. എന്തിനങ്ങനെ ഒരു പേര് കൊടുത്തു നിങ്ങൾ? അതേപോലത്തെ താടിയൊക്കെ വെച്ചിട്ട്
അതും പ്രശ്നം. തുപ്പാക്കി എന്ന് പറഞ്ഞപ്പോ ഇരട്ടി കളിയാക്കലല്ലേ? നിങ്ങളിപ്പം ആ ആളെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയില്ലേ അങ്ങനെ ഒരു പേര് കൊടുത്തത്? അതാണ് ചിത്രത്തിന്റെ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോവുമായിട്ട് യാതൊരു സാമ്യവുമില്ല, എന്തെങ്കിലും തോന്നുന്നെങ്കിൽ യാദൃച്ഛികം മാത്രം, അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതേപോലത്തെ താടിയൊക്കെ കൊടുത്തിട്ട് അത് ഓനെയാണ് സാറ് നിർബന്ധം, അതുപോലെ താടിയാണെന്ന് നമ്മൾ പറഞ്ഞ ഒറിജിനാലിറ്റി വേണ്ട സാർ. ഒറിജിനാലിറ്റി തന്നെ ഇരട്ടി കുഴപ്പമില്ല. അങ്ങനെയുള്ള പാർട്ടിക്കാരിരുന്ന് മെമ്പർ ഇരുന്ന് പറഞ്ഞു അത് പറ്റില്ല. സാർ ഈ കഴിഞ്ഞകാല ഗവൺമെന്റ് ഇരുന്നപ്പോഴേ ഇത് കണക്ക് ഉള്ള സൃഷ്ടിപരമായ കാര്യങ്ങൾക്കെല്ലാം ഇത് കണക്ക് സിമിലാരിറ്റിയുള്ള പേരുകളൊക്കെ ഉപയോഗിച്ചു. അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നും മെമ്പർമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. സെൻസർ ബോർഡിൽ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് അവർക്ക് സെൻസർ ബോർഡ് മെമ്പർമാരാവുന്നത്. സാറേ പക്ഷെ ഇതുപോലെ ഈ ഗവൺമെന്റ് ആകുമ്പോൾ വേറെയും പ്രശ്നമുണ്ട്. നമ്മളെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിനെ വരെ കളിയാക്കി ട്രോളർക്കുണ്ട്. ഈ പുതിയ മുഖ്യമന്ത്രി വന്നപ്പം പറഞ്ഞ് ഇവിടെ മുഖ്യമന്ത്രിന്റെ പേരിൽ ട്രോൾ ഇറക്കാൻ പറ്റില്ല എന്ന്. പിറ്റേന്ന് പാറാന്ന് പറഞ്ഞ് ട്രോളായിരുന്നു ചെക്കന്മാരെ ഭാഗ. ചെക്കന്മാർ ചെയ്യുന്ന പോലെയാണ് സെൻസർ ബോർഡ്. എനിക്ക് ചെക്കന്മാർക്ക് ഇടിയുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല, എനിക്ക് ഇടിയുള്ള കാര്യം എന്റെ വീട്ടുകാരറിയുന്നു. അല്ല, ഈ ട്രോളിന് സെൻസറിങ് ഇല്ലല്ലോ സാറേ, അല്ലേ? ട്രോളിന് സെൻസർ ഇല്ല, പക്ഷെ പടത്തിന് സെൻസർ ഉണ്ട്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ട് വന്ന മിസ്റ്റർ മമ്മൂട്ടി ഇല്ല റോൾ ചെയ്തു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ കിട്ടപ്പായി എന്നൊക്കെ പറഞ്ഞ് ഇടേണ്ട കാര്യത്താ? അല്ലാതെ തന്നെ കൈയടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മിസ്റ്റർ മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തുപ്പാക്കിയുടെ ഒക്കെ നന്നായിരിക്കുന്നു, പക്ഷെ തുപ്പാക്കിയുടെ പേരെങ്ങനെ മാറ്റിയിടാം? നമുക്ക് ഉമ്മാക്കി എന്നാക്കിയാലോ? അത് ഇരട്ടി കളിയാക്കലാവും. ഉമ്മാക്കി അല്ലെങ്കിൽ നമുക്ക് ചീങ്കണ്ണി ബാലഭാർഗവൻ എന്നിട്ടാലോ? ചീങ്കണ്ണി ചുമ്മാ അത്ഭുതം ബാലഭാർഗവൻ നാക്കാം. അത്ഭുതം ബാലഭാർഗവൻ ഇതും ഡബ്ബിയാണോ? അതൊക്കെ മാറ്റി ഡബ് ചെയ്യണം കേട്ടോ. ഡബ്ബിംഗ് പൈസ നോക്കരുത്, പടം ഇറക്കി എങ്ങനെയാലും ഇറക്കി കിട്ടും. അതേപോലെ തന്നെ സുപ്പൻ ചാപ്പി, എന്തോന്ന് പേര്, മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഇട്ടിരിക്കുന്ന പേര് സുപ്പൻ ചാപ്പി. അത് പേര് കേട്ടാൽ തന്നെ ആരെയാണെന്നുള്ള മനസ്സിലാവില്ല. സാറേ സംഭവം ഇപ്പൊ എന്താണെന്നറിയോ, നമ്മളെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ വന്ന് മറ്റേ ബാഹുബലിക്കൊക്കെ പേരിട്ട ആളാന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മളെ ഒരു ക്ലാസ് എടുക്കണ പോലെ എടുത്തിങ്ങാണ്ട് അയാൾ പറഞ്ഞെന്ന പേരാണ് ഇതൊക്കെ. അന്ന് ഇവരൊക്കെ വലിയ കാര്യത്തിൽ കയ്യടിച്ച് ചിരിച്ച്, എന്നിട്ട് ഇപ്പൊ ഇതിന് കുറ്റം പറഞ്ഞപ്പോ അതാണ് എന്റെ പ്രശ്നം. സംഭവം അങ്ങ് മനസ്സിലാക്കണോ? ചമ്പം മിണ്ടിപ്പോരു കേട്ടു ഞാൻ അവന്റെ ഒരു ചമ്പം. എന്തിനാണ് നീ 300 ഗുണം അവിടെ കൈക്കൂലി കൊടുത്തത്? ഇത് കൈകെട്ട വെച്ചിട്ടുണ്ട് എനിക്ക്. ഡിക്രൂസേ, ഇത്രയും തടസ്സം വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ്? നമ്മള് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ഗണപതിക്ക് ഒരു തേങ്ങ അടിക്കാൻ വേണ്ടി കൊടുത്തു വിടുമല്ലോ. ഈവൻ ഗണപതിക്ക് അടിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ചമ്മന്തി അരയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ തടസ്സം? ഒരു സംശയമില്ല, അവന് ഇലയുടെയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തിന്നുന്നുണ്ട്. അത് നമ്മള് അങ്ങനെയൊന്നല്ല. ഒരു ദിവസം നിങ്ങൾ ഇലയുടെ വേണമെന്ന് പറഞ്ഞന്ന് നമ്മള് അതെടുത്തിട്ട് ഇലയുടെ ഉണ്ടാക്കി. ഇനിയിപ്പോ അതുകൊണ്ടിട്ടായിരിക്കുമോ അനുഭവിക്കാം. മനുഷ്യൻ തീ തിന്നു കൊടുക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യും?